അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിനെയും പരലോകത്തെയും പരിഹസിക്കുകയും മരണാനന്തര ജീവിതമില്ലെന്ന് വാദിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ ഒടുവിൽ ശിക്ഷയോ വിചാരണയോ ഇല്ലെന്ന് തെളിയിക്കാനായി കൂരിരുട്ടിൽ ഒറ്റയ്ക്ക് ഒരു ഖബർസ്ഥാനിൽ കഴിയാൻ അയാൾ കൂട്ടുകാരെ വെല്ലുവിളിച്ചു. എന്നാൽ അതിനുശേഷം അയാൾക്ക് സംഭവിച്ചത് ഞെട്ടിക്കുന്നതായിരുന്നു. ആ യുവാവിന്റെ അന്ത്യം ലക്ഷക്കണക്കിന് ആളുകളെ കരയിപ്പിച്ചു. നമ്മുടെ പുതിയതും സവിശേഷവുമായ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മരണത്തിനു മുമ്പ് നിങ്ങൾക്ക് സ്വർഗവും നരകവും കാണാൻ കഴിഞ്ഞാലോ? ഈ യുവാവിന് സംഭവിച്ചത് അതാണ്. ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്നൊരു കഥയിലേക്കാണ് നാം ഇന്ന് കടക്കുന്നത്. ഷിഹാബ് എന്ന യുവാവിലാണ് കഥ തുടങ്ങുന്നത്. അഹങ്കാരം നിറഞ്ഞ, മതത്തെ പരിഹസിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കാത്ത ഒരു യുവാവ്. ഒരു രാത്രി നഗരത്തിലെ ഒരു കഫേയിൽ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുകയായിരുന്നു ഷിഹാബ്. ചിരിയും വർത്തമാനവുമായി അന്തരീക്ഷം ഊർജ്ജസ്വലമായിരുന്നു. സാഹസികതയെക്കുറിച്ചുള്ള സംസാരത്തിനിടയിൽ കൂട്ടത്തിലൊരാൾ ചോദിച്ചു, യഥാർത്ഥ വെല്ലുവിളി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളിലൊരാൾ രാത്രി മുഴുവൻ ഖബർസ്ഥാനിൽ ഒറ്റയ്ക്ക് കഴിയുക. എല്ലാവരും ചിരിച്ചു. പക്ഷെ ഷിഹാബ് പരിഹാസത്തോടെ പറഞ്ഞു, അതൊരു നിസ്സാര കാര്യമാണ്. ആത്മാവോ മരണാനന്തര ജീവിതമോ ഒന്നും ഇവിടെയില്ല. മരണശേഷം എന്തെങ്കിലും കണക്കെടുപ്പുണ്ടെങ്കിൽ എനിക്കതൊന്ന് നേരിൽ കാണണം. സുഹൃത്തുക്കൾ അത്ഭുതത്തോടെ അവനെ നോക്കി. ഒരാൾ പറഞ്ഞു, നീ ശരിക്കും ധൈര്യശാലിയാണെങ്കിൽ ഇന്ന് രാത്രി അത് ചെയ്യുക. ഈ രാത്രി ഖബർസ്ഥാനിൽ ഒറ്റയ്ക്ക് കഴിയുക. ഷിഹാബ് ഒരു നിമിഷമൊന്നും മടിച്ചു. പക്ഷേ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ വെല്ലുവിളി വേഗത്തിൽ ഏറ്റെടുത്തു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വെല്ലുവിളി സ്വീകരിക്കുന്നു. ഭയപ്പെടാനൊന്നുമില്ലെന്നും മരണത്തിനു ശേഷം ജീവിതമില്ലെന്നും ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. എന്നാൽ ഈ രാത്രി തന്റെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിക്കുമെന്ന് ഷിഹാബ് അറിഞ്ഞിരുന്നില്ല. കൃത്യം അർദ്ധരാത്രി 1 മണിക്ക് ഷിഹാബ് ഖബർസ്ഥാനിലെത്തി. അത് പൂർണ്ണമായും വിജനമായിരുന്നു. അവിടെ ആകെ ഇരുട്ട് പരന്നിരുന്നു. ഖബറുകൾക്കിടയിലൂടെ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഷിഹാബ് ഗേറ്റിൻകിൽ നിന്ന് മടിയോടെ അകത്തേക്ക് നോക്കി. പിന്നെ ധൈര്യം സംഭരിച്ച് അകത്ത് കടന്ന് ഗേറ്റ് അടച്ചു. ഭയം തോന്നാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും ഖബറുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ അവന്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. ഒടുവിൽ അവനൊരു ഖബറിന് മുകളിലിരുന്നു. ശ്വാസം നേരെ വിടാൻ ശ്രമിച്ചുകൊണ്ട് താൻ ഭയപ്പെടുന്നില്ലെന്ന് കൂട്ടുകാരെ കാണിക്കാനായി അവൻ ഫോണെടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ആദ്യത്തെ ഭയാനകമായ ലക്ഷണം കണ്ടത്. അവൻ ഖബറുകൾ ചിത്രീകരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഫോൺ ഓഫായി. പിന്നീട് ഒരു കാരണവുമില്ലാതെ അത് തനിയെ ഓണായി. അവനത് വീണ്ടും ശരിയാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വിചിത്രമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു എന്നതിൻ്റെ ആദ്യ സൂചനയായിരുന്നു അത്. ഭയത്തിൻ്റെ ആദ്യ നിമിഷം. ഖബറിൻ്റെ അരികിലിരിക്കുമ്പോൾ പിന്നിൽ നിന്ന് ആരോ തന്നെ സമീപിക്കുന്നതുപോലെ കാലൊച്ച അവൻ കേട്ടു. അവൻ വേഗത്തിൽ തിരിഞ്ഞു നോക്കി. പക്ഷേ ആരുമുണ്ടായിരുന്നില്ല. ആ നിമിഷം ഷിഹാബ് ഭയപ്പെടാൻ തുടങ്ങി. അവൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അപ്പോൾ അവ്യക്തമായൊരു ശബ്ദം അവൻ കേട്ടു, സത്യം കാണാൻ നീ തയ്യാറാണോ? ഷിഹാബ് പരിഭ്രാന്തിയോടെ ചാടി എഴുന്നേറ്റ് ശബ്ദത്തിന്റെ ഉറവിടം തിരഞ്ഞു. പക്ഷെ ആരെയും കണ്ടില്ല. അവൻ കിതയ്ക്കാൻ തുടങ്ങി. എന്നാൽ വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ, വെളുത്ത വസ്ത്രം ധരിച്ച, മുഖത്ത് വല്ലാത്തൊരു തേജസ്സുള്ളൊരാൾ അവന്റെ മുന്നിൽ നിൽക്കുന്നു. ആ മനുഷ്യൻ ശാന്തമായി അവനോട് പറഞ്ഞു, ഇന്ന് രാത്രി നീ നിന്റെ വിധി അറിയും, അതിനാൽ തയ്യാറെടുക്കുക. ഷിഹാബിനൊരു വാക്കുപോലും പറയാൻ കഴിയുന്നതിനു മുമ്പ് ഭൂമി തനിക്ക് ചുറ്റും കറങ്ങുന്നതുപോലെ അവന് തോന്നി. അവൻ കണ്ണുകൾ അടച്ചു. എന്നാൽ കണ്ണു തുറന്നപ്പോൾ അവൻ ഈ ലോകത്തല്ലാത്ത മറ്റൊരിടത്തായിരുന്നു. വെളിച്ചവും ഇരുട്ടും നിറഞ്ഞ വിശാലമായ അവസാനമില്ലാത്തൊരിടം. സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത കാഴ്ചകൾ അവനവിടെ കണ്ടു. ആദ്യത്തെ കാഴ്ച സ്വർഗത്തിൻ്റേതായിരുന്നു. മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത പച്ചപ്പുകൾ നിറഞ്ഞ തോട്ടങ്ങളിൽ പ്രകാശം പരത്തുന്ന മുഖങ്ങളുള്ള സ്ത്രീ പുരുഷന്മാർ സന്തോഷത്തോടെ ഇരിക്കുന്നത് ഷിഹാബ് കണ്ടു. അവർക്ക് താഴെ പുഴകൾ ഒഴുകുന്നുണ്ടായിരുന്നു. അവർക്ക് മുന്നിൽ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നിരന്നിരുന്നു. ഖുർആൻ പാരായണം ചെയ്യുന്ന മനോഹരമായ ശബ്ദങ്ങൾ അവൻ കേട്ടു. ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം അവന് ലഭിച്ചു. ആ കാഴ്ചയുടെ അവസാനം പുഞ്ചിരിക്കുന്ന ഒരു യുവാവ് അവൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു, ഞങ്ങൾ ആരാണെന്ന് നിനക്കറിയാമോ? അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയവരാണ് ഞങ്ങൾ. പശ്ചാത്താപം വൈകിപ്പിക്കാത്തവരാണ് ഞങ്ങൾ. ഞങ്ങൾ സ്വർഗാവകാശികളാണ്. കണ്ണിൽ നീരുമായി ഷിഹാബ് ആ മനുഷ്യനിൽ നിന്ന് അകലം ചുവടുകൾ വെച്ചു മാറി നിന്നു. പക്ഷെ അവനിക്ക് അധിക നേരം ആ കാഴ്ച ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. കാരണം ദൂരെ നിന്ന് ഇരുട്ടവന് ലക്ഷ്യമാക്കി വരുന്നുണ്ടായിരുന്നു. പെട്ടെന്നെല്ലാം മാറിമറിഞ്ഞു. ഇത്തവണ ഷിഹാബ് കണ്ടത് ഭയാനകമായ മറ്റൊരു കാഴ്ചയായിരുന്നു. നരകത്തിന്റെ കാഴ്ച. ആദ്യം പുക നിറഞ്ഞ ഇരുണ്ട സ്ഥലമാണവൻ കണ്ടത്. നിലവിളികൾ, സഹായത്തിനായുള്ള കരച്ചിൽ. എന്നാൽ സഹായിക്കാൻ ആരുമില്ല. ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു, വെള്ളത്തിനായി യാചിക്കുന്നു, പക്ഷെ ലഭിക്കുന്നില്ല. ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ അവർ കേഴുന്നു, പക്ഷേ സമയം വൈകിപ്പോയിരുന്നു. പെട്ടെന്ന് മുഖം വെണ്ടൊരു മനുഷ്യൻ ഷിഹാബിന്റെ മുന്നിൽ വന്നു പറഞ്ഞു, ക്ഷീണിച്ച സ്വരത്തിൽ എന്നാൽ വ്യക്തമായ ഖേദത്തോടെ. അയാൾ പറഞ്ഞു, ഞാനും നിന്നെപ്പോലെയായിരുന്നു. ജീവിതം ഒരു തമാശയാണെന്നും മരണത്തിനു ശേഷം ജീവിതമില്ലെന്നും ഞാൻ കരുതി. ഒടുവിൽ ഞാനും ഇവിടെ എത്തി. നീയും ഇവിടെ എത്തിപ്പെടാൻ ഇടവരുത്തരുത്.
ഷിഹാബ് തൊണ്ടപൊട്ടുമുച്ചത്തിൽ നിലവിളിച്ചു. കണ്ണുനീർ അവൻ്റെ മുഖത്തുകൂടി ഒഴുകി. മാപ്പിരയ്ക്കണമെന്നവൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ സംസാരിക്കാൻ കഴിഞ്ഞില്ല. ശരീരം തളർന്നുപോയതുപോലെ അവന് തോന്നി. ചുറ്റുമുള്ളതെല്ലാം മാഞ്ഞുപോകാൻ തുടങ്ങി. പെട്ടെന്ന് ഷിഹാബ് ഞെട്ടിയുണർന്നു. അതൊരു പേടി സ്വപ്നമായിരുന്നു, അതോ യാഥാർത്ഥ്യമോ? അവൻ കണ്ണു തുറന്നപ്പോൾ ഖബർസ്ഥാനിൽ തന്നെയായിരുന്നു. സൂര്യൻ ഉദിച്ചു തുടങ്ങിയിരുന്നു. താൻ ഖബർസ്ഥാനിൽ ഉറങ്ങിപ്പോയതാണോ അതോ സത്യത്തിൽ എന്തെങ്കിലും അനുഭവിച്ചതാണോ എന്ന് ഷിഹാബിന് അറിഞ്ഞിരുന്നില്ല. പക്ഷെ അവൻ വേഗത്തിൽ എഴുന്നേറ്റ് പുറത്തേക്കോടി. താൻ മരിച്ചിട്ടില്ലെന്നും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും അവനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇതിൻ്റെ പര്യവസാനം എല്ലാവരെയും കരയിപ്പിക്കുന്നതായിരുന്നു. വിറച്ചുകൊണ്ട് വീട്ടിൽ തിരിച്ചെത്തിയ ഷിഹാബ് തൻ്റെ മുറിയിൽ കയറി കണ്ണാടിക്ക് മുന്നിൽ നിന്നു. അവൻ തന്നെ ഉറ്റുനോക്കി. പക്ഷേ ഇന്നലെ പരലോകമില്ലെന്ന് പറഞ്ഞ് പരിഹസിച്ച ആ പഴയ യുവാവിനെ അവനവിടെ കാണാൻ കഴിഞ്ഞില്ല. താൻ ചെയ്തു കൂട്ടിയ തെറ്റുകളിൽ അവന് കടുത്ത കുറ്റബോധം തോന്നി. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്ത് വീണു. അള്ളാഹുവിനോട് മാപ്പിരച്ചു, രക്ഷയ്ക്കായി കേഴിഞ്ഞു. അന്നു മുതൽ അവൻ്റെ ജീവിതം ആകെ മാറി. അവൻ നസ്കരിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും തുടങ്ങി. ആ വിചിത്രമായ രാത്രിയെക്കുറിച്ച് അവൻ ആളുകളോട് സംസാരിച്ചു. കാരണം ആ രാത്രി വെറുമൊരു വെല്ലുവിളിയായിരുന്നില്ല. സമയം വൈകിപ്പോകുന്നതിനു മുമ്പ് അവനെ രക്ഷിക്കാൻ അള്ളാഹു നൽകിയ ഒരു സന്ദേശമായിരുന്നു അത്. ഈ കഥയിൽ നിന്നുള്ള പാഠം ഇതാണ്: പരലോകത്തുള്ള വിശ്വാസം ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭമാണ്. മരണത്തിനു മുമ്പ് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയില്ലെങ്കിൽ പരലോകത്തെ നിഷേധിക്കുന്നവൻ സത്യനിഷേധിയാണ്. നമുക്ക് മുമ്പ് ഖബറിലേക്ക് പോയവർക്ക് സമ്പത്തോ പ്രശസ്തിയോ അധികാരമോ ഉപകരിച്ചില്ല. അവരിപ്പോൾ ദൈവീക നീതിയുടെ പിടിയിലാണ്, വിചാരണയ്ക്കായി കാത്തിരിക്കുന്നു. മതത്തെ പരിഹസിക്കുകയോ പരലോകത്തെ നിഷേധിക്കുകയോ ചെയ്ത ആദ്യത്തെ മനുഷ്യനല്ല ഷിഹാബ്. മുൻപ് പല സമുദായങ്ങളും ഇതുതന്നെ പറഞ്ഞു. മരണശേഷം ജീവിതമില്ലെന്നും വിചാരണയില്ലെന്നും അവർ വിശ്വസിച്ചു. അവരുടെ അന്ത്യം ഖേദവും ദുഃഖവുമായിരുന്നു. എന്നാൽ സന്തോഷവാർത്ത എന്തെന്നാൽ അള്ളാഹുവിൻ്റെ കോപത്തിനു മുമ്പേ അവൻ്റെ കാരുണ്യമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സത്യം തിരിച്ചറിയുകയും സമയം വൈകിപ്പോകുന്നതിനു മുമ്പ് പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവന് വിജയത്തിൻ്റെ പ്രതീക്ഷയുണ്ട്. ഇതാണ് ഷിഹാബിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. ഈ ലോകമൊരു പരീക്ഷണ സ്ഥലമാണെന്നും യഥാർത്ഥ വിജയം പശ്ചാത്താപത്തിലും അള്ളാഹുവിലേക്കുള്ള മടക്കത്തിലുമാണെന്നും ഷിഹാബ് തിരിച്ചറിഞ്ഞു. മനുഷ്യൻ്റെ അഹങ്കാരം എത്ര ദുർബലമാണെന്നും പരലോകം എത്ര വലിയ സത്യമാണെന്നും ഷിഹാബിൻ്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസത്തെ പരിഹസിക്കുകയും അശ്രദ്ധമായ വെല്ലുവിളിയുമായി തുടങ്ങിയ കാര്യം ദൈവീക സത്യത്തിലേക്ക് അവൻ്റെ കണ്ണു തുറപ്പിച്ച ജീവിതം മാറ്റിമറിച്ചൊരനുഭവമായി മാറി. ഖബർസ്ഥാനിലെ ആ ഭയാനകമായ രാത്രി അതൊരു സ്വപ്നമായാലും യാഥാർത്ഥ്യമായാലും അവൻ്റെ ആത്മാവിനെ പിടിച്ചുലയ്ക്കുകയും പശ്ചാത്താപത്തിലേക്ക് നയിക്കുകയും ചെയ്ത ഒരു ഉണർത്തലായിരുന്നു. സ്വർഗത്തിലെയും നരകത്തിലെയും കാഴ്ചകളും ശിക്ഷ അനുഭവിക്കുന്ന ആത്മാക്കളുടെ മുന്നറിയിപ്പുകളും അവനുണ്ടായ കടുത്ത കുറ്റബോധവും ഇസ്ലാമിൻ്റെ കാതലായ വിശ്വാസത്തെ എടുത്തു കാണിക്കുന്നു. ജീവിതം ഒരു പരീക്ഷണ സ്ഥലമാണെന്നും യഥാർത്ഥ വിജയം പശ്ചാത്താപത്തിലും അള്ളാഹുവിലേക്കുള്ള മടക്കത്തിലുമാണ്. നിഷേധം താൽക്കാലികമായ അഹങ്കാരം നൽകുമായിരിക്കാം, പക്ഷേ യഥാർത്ഥ സമാധാനവും രക്ഷയും അള്ളാഹുവിനുള്ള കീഴ്പ്പെടലിലും പശ്ചാത്താപത്തിലും ആത്മാർത്ഥമായ വിശ്വാസത്തിലുമാണ്. നിഷേധത്തിൽ നിന്ന് ഭക്തിയിലേക്കുള്ള ഷിഹാബിൻ്റെ യാത്ര കാണിക്കുന്നത് സമയം വൈകിപ്പോകുന്നതിനു മുമ്പ് ആത്മാർത്ഥമായി മടങ്ങിവരുന്നവരെ അള്ളാഹു രക്ഷിക്കാൻ കാരുണ്യം എപ്പോഴും അരികിലുണ്ട് എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.